പലപ്പോഴും നമ്മൾ ഫേസ്ബുക്ക് ഓൺ ആക്കുമ്പോൾ നമുക്ക് കാണാൻ താല്പര്യമില്ലാത്ത അക്രമപരമായിട്ടുള്ള വീഡിയോകൾ, പോസ്റ്റുകൾ, ലൈംഗിക ചുവയുള്ള വീഡിയോകൾ, പോസ്റ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് താല്പര്യമില്ലാത്ത മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോ ആയിട്ടും പോസ്റ്റുകളായിട്ടൊക്കെ വരാം. നമുക്ക് ഫാമിലി ആയിട്ടുള്ളവർക്കും കുട്ടികളൊക്കെ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടുള്ളവർക്കുമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഈ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ചിലപ്പം ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഇതൊക്കെയുള്ള ആയിരിക്കാം. ചിലപ്പോൾ ലൈംഗിക ചുവയുള്ള ആയിരിക്കാം, അതല്ലെങ്കിൽ സെൻസിറ്റീവായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ആയിരിക്കാം. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആളുകൾ, ഞാൻ ഇനിയും പറയുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്രൊഫൈലിന് താഴെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടന്റ് പ്രിഫറൻസ് എന്നൊരു സംഭവം കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് വാട്ട് യു സീ, ഇത് പൊളിറ്റിക്കൽ കണ്ടന്റ് ആണോ സെൻസിറ്റീവ് കണ്ടന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ കണ്ടന്റ് എന്നുള്ളത് ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻസിറ്റീവ് കണ്ടന്റ്, അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഡിഫോൾട്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇതെടുക്കുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് ഡിഫോൾട്ടായിട്ടുള്ളത് കിടക്കുന്നത് ആണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർ പ്ലേ ചെയ്ത് നോക്കാം, പിന്നെ അവർക്ക് വീണ്ടും അത് കാണാനുള്ള താല്പര്യങ്ങളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ളത് വരാതിരിക്കാൻ വേണ്ടി നമുക്കിവിടെ ഷോ ലെസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. നമ്മളിപ്പോൾ ഞാൻ ഡിഫോൾട്ടുള്ളത് ഞാൻ സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സേവ് എന്നൊന്ന് കൊടുത്തു കഴിയുമ്പോൾ അവർ അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട് സെക്ഷുവലി സജസ്റ്റീവ് കണ്ടന്റുകൾ, ക്രിയേറ്റിംഗ് വയലൻറ്റ് ഓർ ഗ്രാഫിക് കണ്ടന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് അത് സേവ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഷോ ലെസ് എന്നുള്ളത്, അത് അങ്ങനെയുള്ള കണ്ടന്റുകൾ കുറച്ച് മാത്രം, അതായത് പരമാവധി നമ്മളത് സെർച്ച് ചെയ്ത് നോക്കിയില്ലെങ്കിൽ യാതൊരു കാരണവശാലും അങ്ങനെയുള്ള കണ്ടന്റുകൾ പിന്നീട് വരത്തില്ല. മറ്റേതിൻ്റെ അകത്ത് സെർച്ച് ഡിഫോൾട്ട് എന്നുള്ളതിൻ്റെ അകത്താണെങ്കിൽ സെർച്ച് ചെയ്താലും ഇല്ലെങ്കിലും വരും. പ്രായപൂർത്തിയായ ആളുകളുടെ ഫേസ്ബുക്ക് ആകുമല്ലോ ഇത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഷോ ലെസ് എന്നുള്ളത് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ വരികയുള്ളൂ എന്നാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഇത് ഫോളോ ചെയ്യാനും, നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ.